ശ്രീ സുരേഷ് കൊച്ചാട്ടൽ, മാധ്യമ പ്രവർത്തകൻ. ശ്രീ സുരേഷ് കൊച്ചാട്ടൽ, അങ്ങ് ഇന്ന് ഈ RVS മണിയുടെ ഈ വെളിപ്പെടുത്തലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. കാരണം ഈ ഹിന്ദുത്വ ഭീകരത എന്ന ഒരു വേഡ് കോയിൻ ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്നും അത് വളരെ ബോധപൂർവം ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരു സൈഡ് ഒന്നിൻ്റെ മറ്റൊന്നാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി UPA സർക്കാരിൻ്റെ കാലത്ത് നടന്ന ബോധപൂർവമായ ശ്രമമാണ് എന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തുന്നത്. അങ്ങ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇത് നമ്മൾ കാണുകയാണെങ്കിൽ, ഞാനിത് 2020 ജനം TV-യിലുള്ള സമയത്ത് RVS മണിയെ നമ്മുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്തത്. അതിപ്പോഴും ജനം TV-യിൽ കാണും. അവിടെ ഇംഗ്ലീഷിലായിരുന്നു ആ അഭിമുഖം. അതിൽ അദ്ദേഹം ഇന്ന് സ്മിത പ്രകാശിന്റെ അടുത്ത് ANI-യിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അദ്ദേഹം അന്ന് നമ്മുടെ ജനം TV സ്റ്റുഡിയോയിൽ വെച്ച് പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട്. ഇദ്ദേഹത്തിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഞാൻ ഇന്ന് കാലത്തും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പത്മശ്രീ കിട്ടിയതിനെ കൺഗ്രാജുലേറ്റ് ചെയ്തു അങ്ങനെ. അപ്പൊ അദ്ദേഹം വേറൊരു അസാസിനേഷനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിനെ പറ്റിയിട്ട് അതായിരുന്നു ബിയൻ സിംഗ്, അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി പഞ്ചാബിലെ. ആരാണ് ബിയൻ സിംഗിനെ കൊന്നതെന്ന് പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി. അത് ഹോം മിനിസ്ട്രിയിലുള്ള റെക്കോർഡാണ് അത്. ഓക്കെ, അത് പിന്നെ തെളിഞ്ഞു ക്ലിയർ ആയിട്ട്. അത് കഴിഞ്ഞ് കോൺഗ്രസ് അതുകൊണ്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. എനിവേ, ഈ ഹിന്ദു ടെറർ എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് ഇദ്ദേഹം ഈ പുസ്തകം ഹൈദരാബാദിൽ റിലീസ് ചെയ്യുമ്പോൾ ഞാനായിരുന്നു അതിൻ്റെ ഒരു ഗസ്റ്റായിട്ട് അവിടെ ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് വന്നിരുന്നത്. ഈ ഹിന്ദു ടെറർ കൊണ്ടുവരാൻ കാരണം 2-3 കാരണങ്ങൾ. ഒന്ന് ദിഗ്വിജയ് സിംഗ് ആണ്. നമുക്കറിയാം, ഈ മുംബൈ അറ്റാക്ക് നടന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ദിഗ്വിജയ് സിംഗ് ഒരു പുസ്തക റിലീസ് ഫംഗ്ഷൻ, ഇപ്പോഴും അത് ആ വീഡിയോ നമുക്ക് നെറ്റിൽ കാണാം. 26/11 RSS की साजिश എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ ഒരു പുസ്തകം. അതിൻ്റെ കൂടെ കുറെ മുസ്ലിം ഉലമാലും അവരൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് അത് റിലീസ് ഫംഗ്ഷനിൽ ഉണ്ടായത്. അതിൻ്റെ അർത്ഥം RSS ആണ് ഈ 26/11 നടത്തിയെന്നുള്ളതിൻ്റെ ഒരു ആലിഗേഷൻ. അപ്പൊ എന്ത് പറ്റിയത്, ആ സമയത്ത് കസബ് പാകിസ്ഥാനിക്കാരനാണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് അതിനെയും അതൊരു ക്ലാരിറ്റി കിട്ടിയെന്നില്ല. ബിക്കോസ് അയാൾ ഹിന്ദു ആണെന്ന, ഒരു ഇന്ത്യൻ ആണെന്നാണ്, കശ്മീരിൽ നിന്ന് വന്ന ഒരു പയ്യനാണെന്നായിരുന്നു ഇവരൊക്കെ വിചാരം. പിന്നെയാണ് ഈ ബുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് കസബ് പാകിസ്ഥാനിയായി മാറിയത്. പാകിസ്ഥാൻ ആയിരുന്നു. അപ്പൊ നമുക്ക് അന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അപ്പൊ ഇത് അലിഗേഷൻ വിഡ്രോ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ദിഗ്വിജയ് സിംഗിന്റെ റെക്കോർഡിലുള്ളതാണ്. അപ്പൊ ഈ ഹിന്ദു ടെററിന്റെ ഒരു കോൺസെപ്റ്റ് കോയിൻ ചെയ്യാൻ RVS മണി എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നു. ദിഗ്വിജയ് സിംഗ് ശിവരാജ് പാട്ടീലിന്റെ റൂമിൽ വന്നിരിക്കും. ശിവരാജ് പാട്ടീൽ അന്ന് ഹോം മന്ത്രിയായിരുന്നു. ഇത് അവിടെ ഇരുന്നിട്ട് വേറൊരു IPS ഓഫീസർ ഉണ്ട്. അങ്ങേരെ പേര് കേട്ട നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് റീകളക്ഷൻ ഉണ്ടാവും. ഹേമന്ത് കർക്കരെ. അന്ന് പിന്നെ ബോംബെ 26/11 കൊല്ലപ്പെട്ട വേറൊരു IPS ഓഫീസർ. ഹേമന്ത് കർക്കരയുടെ കൂടെ അവിടെ ഇരുന്നിട്ട് ഓർഡർ കൊടുക്കുകയായിരുന്നു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഹോം മിനിസ്ട്രിയിൽ ഫയലിൽ എവിടെയെങ്കിലും ഒരു ഹിന്ദു ടെറർ ലിങ്ക് കണ്ടുപിടിക്കണം. ഇത് ഓൺ റെക്കോർഡാണ് കേട്ടോ. ഇത് ഹോം മിനിസ്ട്രി ഫയൽസിലുള്ളതാണ്, അല്ലാണ്ട് വെറുതെ ഞാൻ പറഞ്ഞ കഥയല്ല. ഇത് RVS മണിയുടെ ബുക്കിൽ നോട്ടീസിലുണ്ടത്. അങ്ങനെ ഇവർ പറഞ്ഞു അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ അങ്ങേര് ജോയിന്റ് സെക്രട്ടറിയെ വിളിച്ചു. ഇങ്ങനെ അണ്ടർ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല, അങ്ങനെ നമ്മുടെ അടുത്ത് ഒരു റെക്കോർഡും ഇല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇത് ശരിയാവില്ല എന്ന് കണ്ടിട്ട് പിന്നെ ചില സീനിയർ IPS ഓഫീസേഴ്സിനെ വിളിച്ച് ഒരു ടേം ഉണ്ടാക്കി. ഇതേ പരിപാടി പിന്നെ നമ്മൾ കാണുന്നത് സംഝോത്ത എക്സ്പ്രസ് ബ്ലാസ്റ്റിലാണ്. പിന്നെ ഞങ്ങളുടെ അവിടെ ഹൈദരാബാദിൽ നടന്ന 3 വലിയ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. ലുംബിനി പാർക്ക്, ഗോകുൽ ചാട്ട്, മെക്ക മസ്ജിദ്. ഈ 3 മെക്ക മസ്ജിദ് ബ്ലാസ്റ്റ് നടത്തിയ 2 പേരെ ഹൈദരാബാദ് പോലീസ് അന്ന് തന്നെ പിടികൂടി. അവർ 2 പേരും ഇസ്ലാമികരായിരുന്നു. അത് കശ്മീരിൽ നിന്നുള്ള, എനിക്ക് ഓർമ്മയുണ്ട്, കശ്മീരിൽ നിന്നുള്ള ഒരു 2 പേരായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഡൽഹിയിൽ നിന്ന് ഓർഡർ വന്നു അവരെ റിലീസ് ചെയ്യണം. അവരല്ല അക്യൂസ്ഡ്. നിങ്ങൾ സ്വാമി അസീമാനന്ദ് എന്നൊരാളുണ്ട്, ഞങ്ങൾ അയാളെ ഇതിൽ അക്യൂസ്ഡ് ആക്കാൻ പോവാണ്. ആലോചിച്ച് നോക്കും. ഇതായിരുന്നു. ഇതൊക്കെ ഞാൻ പിന്നെയും അതാ റിപ്പീറ്റ് ചെയ്യണം. ഇതൊക്കെ ഹോം മിനിസ്ട്രിയുടെ നോട്ടിങ്സിലുണ്ട്, ഫയൽ നോട്ടിങ്സിലുണ്ട്. ഇതൊക്കെ ഇതാണ് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി. ഹിന്ദു ടെറർ ലിങ്ക് കൊണ്ടുവരാൻ കാരണം ഇതാണ്. അന്ന് ഇസ്ലാമിക ടെറർ ഉള്ള സമയത്ത് ഇതിന്റെ കൂടെ ഒരു ഹിന്ദു ടെറർ ചേർത്ത് കഴിഞ്ഞാൽ 26/11 നടത്തിയത്, മുംബൈ അറ്റാക്ക് നടത്തിയത് ഹിന്ദു ടെററിസ്റ്റ് ആണ്. ഇപ്പോൾ കഷ്ടകാലത്തിന് അജ്മൽ കസബിനെ പിടിച്ചു. അത് നമ്മൾ തുക്കാറാം മുംബൈക്ക് ഒരു ശരിക്കും ശ്രദ്ധാഞ്ജലിയാണ്. അദ്ദേഹം അന്ന് കസബിനെ പിടിച്ചില്ലെങ്കിൽ നമുക്ക് കസബ് ഈ കൽവ എന്ന് പറഞ്ഞ സാധനം റൈറ്റ് ഹാൻഡിൽ കെട്ടിയിട്ട്, നമ്മളറിയാം CSTയിൽ കിടന്ന് നടക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ആ കസബിന്റെ അതെന്തായിരുന്നു, കൽവ എന്താണ് കെട്ടുന്നത്, ഒരു മുസ്ലിം കൽവ കെട്ടില്ലേ കൈ. കാരണം ഇതായിരുന്നു, ബിക്കോസ് ഒരു ഹിന്ദു ടെറർ ലിങ്ക് പ്രൂവ് ചെയ്യാനായിരുന്നു. പിന്നെയാണ് ഞാൻ പറഞ്ഞത് 3-4 മാസം കഴിഞ്ഞിട്ടാണ് കസബ് ഇസ്ലാമാബാദ് പാകിസ്ഥാൻ എന്നാണെന്നും പിന്നെ അവരുടെ ഫാമിലിക്കാർ സമ്മതിച്ചു.
അങ്ങനെയാണ് ലിങ്ക് എസ്റ്റാബ്ലിഷ് ആയത്. ഇതൊരു ഇതാണ്. പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സംഝോത്ത എക്സ്പ്രസ് ബ്ലാസ്റ്റ് നടന്നപ്പോൾ അതേമാതിരി അന്നത്തെ ഗവൺമെന്റ്, അവിടുത്തെ ഗവൺമെന്റ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെ ഓർമ്മയിൽ പ്രകാരം ഇത് പഞ്ചാബിലോ രാജസ്ഥാനിലായിരുന്നു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ റിമാൻഡ് ചെയ്തു. അവർ ആ ട്രെയിനിൽ ട്രാവൽ ചെയ്തെന്ന രണ്ടുപേരെ പാകിസ്ഥാനിലെ ഒരു ടെറർ ഓർഗനൈസേഷന്റെ രണ്ടുപേരാണെന്ന് ക്ലാരിറ്റിയും കിട്ടി. അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. അവർ റിമാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 14 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ റിലീസ് ചെയ്തു. പിന്നെ രണ്ടുപേരെ കണ്ടിട്ടില്ല. അപ്പോഴാണ് ആരെ കൊണ്ടിരുന്നത്? നമ്മുടെ കേർണൽ പുരോഹിത്തിനെ, സ്വാമി അസീമാനന്ദന്. പിന്നെ ഇതൊക്കെ ഹോം മിനിസ്ട്രിയുടെ ജോയിന്റ് സെക്രട്ടറി ലെവലിലും അഡീഷണൽ സെക്രട്ടറി ലെവലിലൊക്കെയുള്ള നോട്ടേഷൻസ്, ഫയൽ നോട്ടേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ നോട്ടിങ് പറയുകയാണെങ്കിൽ ഞാൻ പറയും ചിദംബരത്തെ കാര്യം. അത് പിന്നെ നമ്മുടെ ഡിബേറ്റിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ്ലി ചിദംബരവും 26/11 തമ്മിൽ എന്തായിരുന്നു ഒരു ബന്ധം എന്നുള്ളത് അത് പാർലമെന്റിലുണ്ട്, പാർലമെന്റ് റെക്കോർഡിലുണ്ട്. അത് ഞാൻ പറയുന്നതല്ല. ഡിസംബർ 10 2008 പാർലമെന്റ് റെക്കോർഡിൽ ചിദംബരം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ചിദംബരം തിരുത്താൻ നോക്കി, പറ്റിയില്ല.